ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പോലീസ് കയ്യാങ്കളിയിൽ ആലപ്പുഴ സൗത്ത് സിഐക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. തിരുവനന്തപുരം പോത്തൻകോട് സ്റ്റേഷനിലേക്കുള്ള സിഐയുടെ സ്ഥലമാറ്റം വടക്കൻ ജില്ലയിലേക്ക് ആക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അവന്റെ ബസ്സിൽ കാണിക്കാനാണ് ഞങ്ങളുടെ ശരീരം. 10 കൊല്ലം ഞങ്ങൾ മേടിയില്ല, ഇപ്പോഴാണ് ഞങ്ങൾ മേടിക്കുന്നത്. പാടാ ഞങ്ങളെ നിൽക്കല്ലോ ഇവിടെ. അവനിവിടെ വേണം, നിന്നെ ഞങ്ങൾ വിടത്തില്ല. നിന്നെ ഇവിടെ നിർത്തി ഞങ്ങൾ കൈകാര്യം, നിന്നെ ചീത്ത വിളിക്കാൻ ഞങ്ങൾ അറിയാം. കൈകാര്യം ചെയ്യേണ്ട രീതി അറിയാം എനിക്ക്. ഞങ്ങളെ വെല്ലുവിളിക്കോ ഇവിടെ നിന്നിട്ട് പോലീസുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങളെ മാത്രം വളരെ മോശമായിട്ട് സംസാരിക്കുക. CA ഹരിതബാബുവിന്റെ കോടതി കുത്തിപ്പിടിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യമില്ലാതെ അറസ്റ്റ് സഹകരിച്ചു. നമ്മളിവിടുന്ന് പോകത്തില്ല. ആ CA മാറ്റാൻ നമ്മളെ പോകത്തില്ല. ഇവിടുന്ന് എന്ത് വിഷയമായിട്ടും പോകത്തില്ല. ഏട്ടാ പ്രശ്നം ഇവിടെ കുത്തിരിക്കാൻ പോവാ. ഇവിടെ വേണോ വേണ്ടോ തീരുമാനിച്ചിട്ട് മതി. ഇവൻ എന്ത് അഭ്യാസമാണെന്ന് കാണുന്നത്. ഞങ്ങൾ ഇത്രയും കാലം അടി മേടിക്കണം, ഇനി അടി മേടിക്കണം. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ് മനീഷ്. ഇതെന്താ സംഭവം? ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ യൂത്ത് കോൺഗ്രസിനെ പറഞ്ഞതുപോലെ സ്ഥലം മാറ്റിയില്ലേ? പോത്തങ്കോട്ടോട് സ്ഥലം മാറ്റിയതാണോ യൂത്ത് കോൺഗ്രസിലെ ആളുകൾക്ക് ഇപ്പോൾ ചെറിയ പരാതിയുള്ളത്? അവരെ അങ്ങ് വടക്കോട്ടടിക്കേണ്ടിയിരുന്നു എന്നാണോ യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത്? അരുൺകുമാർ, നിലവിൽ ഈ ഇലക്ഷൻ കാലത്തിന് മുൻപേ ആലപ്പുഴ സൗത്ത് സി വിനീഷുമായിട്ടാണ് ഈ പ്രശ്നം. വിനീഷ് ഇലക്ഷൻ കാലത്തിന് മുൻപേ ജോലി ചെയ്തത് പോത്തൻകോടായിരുന്നു. പുതിയ റിക്വസ്റ്റിന് പുറത്ത് വീണ്ടും പോത്തൻകോടേക്ക് തന്നെ 2 ദിവസത്തിന് ശേഷം അങ്ങോട്ടേക്ക് സ്ഥലം മാറി പോകേണ്ട ഉദ്യോഗസ്ഥനെ പോത്തൻകോട്ടേക്ക് തന്നെ ആ റിക്വസ്റ്റ് പ്രകാരം സ്ഥലം മാറ്റരുത്, പകരം ആലപ്പുഴയിൽ നിന്നും പോത്തൻകോടിന് പകരം വടക്കൻ ജില്ലകളിലേക്ക് എവിടെയെങ്കിലും സ്ഥലം മാറ്റണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്ന പരാതിയിൽ പറയുന്നത്. ഈ സംഭവം ഉണ്ടായത് ഇന്നലെയാണ്. ഇന്നലെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങനെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അകത്ത് കയറി ധർണ നടത്തുമ്പോഴാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അവിടെ എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് നീക്കം ചെയ്തത്. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിനെ കോളറിന് കയറി പിടിച്ച് CIയും മറ്റു വനിതാ ഉദ്യോഗസ്ഥരും കയ്യേറ്റം ചെയ്തു എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി. അങ്ങനെ ആ പരാതിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ അവിടെ എത്തി CIയുമായി വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ അടികൊണ്ടതാണ്, ഇനിയും അടികൊള്ളാൻ വയ്യ. ഈ CIയുമായി ഉള്ള വാക്കേറ്റത്തിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ വിളിച്ച് MB പ്രവീൺ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒപ്പം തന്നെ സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. 10 കൊല്ലം ഞങ്ങൾ അടികൊണ്ടാണ്, ഇനി അങ്ങനെ അടികൊള്ളാൻ വയ്യ. ഒപ്പം തന്നെ ഈ പോലീസുകാരനെതിരെ വലിയ വെല്ലുവിളിയും ഭീഷണിയുണ്ട്. ഈ ബോംബിനെയും തോക്കിനെയും വെടിയുണ്ടെയും ഞങ്ങൾക്ക് പേടിയില്ല, ഈ കൊടി മാത്രം മതി. ഒപ്പം തന്നെ കൈകാര്യം ചെയ്യും. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന് അറിയില്ല, അതുകൊണ്ട് തന്നെ സ്ഥലം മാറ്റും അടക്കമുള്ള വലിയ ഭീഷണി, കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള ഭീഷണി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇവിടെ പോലീസിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. പോസ്റ്റ് ഓഫീസിന് അകത്ത് കയറി ധർണ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നില്ല. നേരത്തെ തന്നെ ഈ പ്രകടനം നടത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് സ്റ്റേഷനെ അറിയിച്ചിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് ഒരു മാർച്ചുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് കയറിയതാണ് പോലീസിനെ പ്രകോപിച്ചത്. പോലീസ് അവിടെ നിന്നും സ്വാഭാവികമായി നീക്കം ചെയ്തതിനിടെ ബലം പ്രയോഗിക്കേണ്ടി വന്നു. ആ സമയത്താണ് ഇങ്ങനെയുള്ള ചില ആളുകളുടെ ദേഹത്ത് കൈ കൊണ്ടുവന്നുള്ള അടക്കമുള്ള പരാതികൾ വന്നു. അവസാനം പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ CI അവിടെ നിന്ന് മാറ്റാതെ മടങ്ങിപ്പോകില്ല എന്ന നിലപാടെടുത്തു. അങ്ങനെ SP-യുടെ നിർദ്ദേശപ്രകാരം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം അവിടെ DYSP സ്ഥലത്ത് നേരിട്ടെത്തി. അങ്ങനെ DYSPക്ക് നേരെ വലിയ രീതിയിലുള്ള അസഭ്യവർഷം അടക്കം വന്ന സമയത്ത് പിന്നീട് DYSPയുടെ നിർദ്ദേശപ്രകാരം CIക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഇതാണ്. അടുത്ത 2 ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തെ പോത്തങ്കോടിലേക്ക് സ്ഥലം മാറിപ്പോകേണ്ടത്, സ്വന്തം സ്ഥലത്തേക്ക് സ്വന്തം റിക്വസ്റ്റ് പ്രകാരം സ്വാഭാവികമായി സ്ഥലം മാറിപ്പോകേണ്ട ഒരു ഉദ്യോഗസ്ഥന് നിലവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴയിലാണ്.
ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കല്ല, മറിച്ച് കാസർഗോഡോ കണ്ണൂരേക്ക് സ്ഥലം മാറ്റണം എന്നാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്നലെ തന്നെ അത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ന് അത് രേഖാമൂലം കത്ത് നൽകുമെന്ന് മാത്രമല്ല, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു പ്രകടനം കൂടി ഇന്നോ നാളെയോ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അരുൺകുമാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ മനീഷ് മഹിപാൽ ഈ CIയുടെ വീട് തിരുവനന്തപുരം ഭാഗത്താ? അതെ അരുൺകുമാർ, അതായത് CA തിരുവനന്തപുരത്തുകാരനാണ്, പോത്തൻകോടാണ് നേരത്തെ ജോലി ചെയ്തത്. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റും സ്വാഭാവികമായി ഇലക്ഷൻ കാലത്ത് വരുന്നവരൊക്കെ തന്നെ സാധാരണഗതിയിൽ ഈ സർക്കാരിനോട് വലിയ പ്രശ്നമില്ലാത്ത ആളുകൾ അതേ സ്റ്റേഷനിലേക്ക് തന്നെ പോകാറാണ് പതിവ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം പോകാനിരിക്കുന്നത്. അങ്ങനെ ഈ CI 2 ദിവസത്തിൽ പോകാനുള്ളതാണല്ലോ എന്ന് കരുതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. പക്ഷേ താൻ ചെയ്ത് തന്റെ ഡ്യൂട്ടി മാത്രമാണെന്നാണ് ആലപ്പുഴ സൗത്ത് CI വിനീഷിന്റെ വിശദീകരണം. ഓക്കെ, താങ്ക് യു. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കുടുങ്ങി. യൂത്ത് കോൺഗ്രസിനെ തള്ളിപ്പറയാൻ പറ്റൂ, കാര്യം അവരുടെ ദേഹത്ത് കൈവച്ചതല്ലേ. പക്ഷേ അങ്ങനെ തള്ളിപ്പറയാനും പറ്റത്തില്ല. അവർക്കെതിരെ അന്വേഷണമോ നടപടിയൊന്നും ഈ CIക്കെതിരെ വന്നിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ അടിച്ചു കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ സമ്മർദ്ദം ചെലുത്തി പോത്തൻകോട് നിന്ന് ഇവരെ കാസർഗോട്ടേക്ക് അടിച്ചാൽ അത് പേരുദോഷം കേൾക്കുകയും ചെയ്യും. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് യൂത്ത് കോൺഗ്രസിലെ പിള്ളേരാണോ എന്ന് ചോദിക്കും.